வணக்கம் നൻപരുകളെ, നമസ്കാർ ദോസ്തോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഇസ്ലാമിലെ കേരളത്തിലുള്ള ബേസിക് സ്ട്രക്ചറാണ്. നമുക്ക് ലോകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇസ്ലാമിൽ പ്രധാനപ്പെട്ട് രണ്ട് മേജർ സെക്റ്റുകളാണ് ഇസ്ലാമിലുള്ളത്, ഷിയ, സുന്നി. ഇതിൽ സുന്നികൾ എന്ന് പറയുന്ന ആൾക്കാർ പ്രവാചകനെയും പ്രവാചകൻ്റെ 4 അനുയായികളായി, പ്രവാചകൻ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള പ്രധാനപ്പെട്ട 4 ഖലീഫമാർ, 4 നേതാക്കന്മാരായിട്ടുള്ള അബൂബക്കർ, ഒന്നാമത്തേത് അബൂബക്കർ, രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ്, ഒന്നത് അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബ്, മൂന്നാമത്തേത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നാലാമത്തേത് അലി ബിൻ അബി ത്വാലിബ്. ഇവരാണ് 4 ഖലീഫമാർ. ഇവർ 4 പേരെയും ആ ഒരു ഓർഡർ തന്നെ അംഗീകരിച്ച് പോരുകയും ചെയ്യുന്ന സെക്റ്റ്, ഒരു വലിയൊരു ഗ്രൂപ്പാണ് സുന്നി ഇസ്ലാം, അതായത് സുന്നി മുസ്ലിംസ് എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഷിയാക്കൾ അതായത് ഷേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മുഹമ്മദിന് ശേഷം ഖലീഫയായിട്ട് വന്നിട്ടുള്ള അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, ഇവരെ 3 ആൾക്കാർ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്നത്, ഷിയാക്കൾ പറയുന്നത്, ഇവർ യഥാർത്ഥ അധികാരം മുഹമ്മദിന് ശേഷം മുഹമ്മദിൻ്റെ പിന്നെ നെഫ്യൂ ആയിട്ടുള്ള അലിക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അത് അലിയിൽ നിന്ന് പിന്നെ തട്ടിയെടുത്തതാണ് ഇസ്ലാമിൻ്റെ അധികാരം, ഇസ്ലാമിക സമൂഹത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. അതായത് ഈ ബാക്കി 3 ഖലീഫന്മാർ ഇവർ അംഗീകരിക്കുന്നില്ല. അലീൻ്റെ ഭരണവും തുടക്കം തന്നെ അലീൻ്റെ ഭരണം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ അലീൻ്റെ മക്കളായിട്ടുള്ള ഹസൻ ഹുസൈൻ, ഇവർ 2 പേരെയും കൊന്നത് പിന്നെ ഈ 4 ഖലീഫന്മാർക്ക് ശേഷം ഭരണം ഏറ്റെടുത്തുള്ള മുആവിയൻ്റെ മോനായിട്ടുള്ള യസീദ് ബിൻ മുആവിയ ആയിരുന്നു. അപ്പോൾ സുന്നി മുസ്ലിംസിൻ്റെ ആൾക്കാരാണ് പിന്നെ അലീൻ്റെ മക്കളെ കൊന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലും കൂടി ഇവർ തമ്മിലുള്ള, അപ്പോൾ അലീൻ്റെ വലിയ പിന്നെ ഫോളോവേഴ്സ് ഷിയാക്കളായതുകൊണ്ട് ആ രീതിയിലുള്ള ക്ലാഷും ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലി ബിൻ അബി താലിബിൻ്റെയും അലി ബിൻ അബി താലിബിൻ്റെ മക്കളായിട്ടുള്ള ഹസൻ ഹുസൈൻ്റെയും മരണവും കർബല സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ആ രീതിയിലുള്ള അവരുടെ മരണം രക്തസാക്ഷി ദിനവും ഒക്കെ ആയിട്ട് ആചരിക്കുന്നത് ഷിയാക്കളാണ്. നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല, ഈ ചാട്ടവറ കൊണ്ട് പുറത്തടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഈ ബോംബെയിൽ ഒരു കാലത്തൊക്കെ വല്ലാണ്ട് കുറേ മുസ്ലിങ്ങൾ നിരത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ ചാട്ടവറ കൊണ്ട് അടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷിയാക്കളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ചാട്ടവറ കൊണ്ട് അടിച്ചിരുന്നത് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഈ 2 മക്കളുടെ രക്തസാക്ഷിത്വം അത് പിന്നെ റിയലൈസ് ചെയ്യാൻ, അതൊരു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു എന്താ പറയുക, കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇനി ഷിയാക്കളിൽ തന്നെയുള്ള വേറൊരു ഗ്രൂപ്പുണ്ട്, അലവൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ അലവൈറ്റ്സ് ശരിക്കും മുഹമ്മദ് പ്രവാചകനല്ല, യഥാർത്ഥ പ്രവാചകൻ അലി ബിൻ അബി താലിബാണെന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അലി സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഇതിന് ചരിത്രപരമായിട്ട് ഈ അലിയിനോട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഒരു അഫിനിറ്റി വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, പിന്നെ അലി ഒരു പക്ഷേ ഈ ഖലീഫന്മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇവർ സിറിയ, ഇറാൻ, ഇറാഖ് ഭാഗങ്ങളിൽ അലി പോവുകയും അലി അവിടെ ഗവർണറായിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ എന്താ ഹിസ്റ്റോറിക്കലി അലിയായിട്ട് ഒരു അഫിനിറ്റി അവിടുത്തെ ആൾക്കാർക്ക് വരികയും അങ്ങനെയൊക്കെ വന്നതാണെന്നാണ് ഒരു വിലയിരുത്തൽ. ഇനി അതല്ല, പിന്നെ യഥാർത്ഥത്തിൽ മുഹമ്മദിന് ശേഷം അലി തന്നെയായിരുന്നു പിന്നെ ഭരണം ഏറ്റെടുത്തിരുന്നത്. അലീൻ്റെ ഭരണം മനഃപൂർവ്വം ഈ പിന്നെ ഭരണ കൈയാളിയിട്ടുള്ള ഭരണപ്രേമികളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അബൂബക്കറും ഉമറും പിന്നെ കൂടിക്കളിച്ച കളിയിൽ അലീനെ പുറത്താക്കിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് അങ്ങനെയാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യം എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചരിത്രത്തിൽ. എന്ത് തന്നെയാണെങ്കിലും ഇസ്ലാം എന്നുള്ള തത്വം, മുഹമ്മദ് തുടങ്ങി വെച്ച തത്വം, ഖുറാനും ഹദീസൊക്കെ പൊള്ളത്തരങ്ങളാണ് എന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അത് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മതവും അത്രത്തോളം തല്ലിപ്പൊളിയാണെന്നും
അടിപൊളിയായിട്ടുള്ള മണ്ടത്തരമാണെന്നും ആണ് യഥാർത്ഥത്തിൽ പുറത്ത് പറയാനുള്ളത്. അതിന് അലിയാണെങ്കിലും അബൂബക്കർ ആണെങ്കിലും ഉമ്മറാണെങ്കിലും ആരാണെങ്കിലും ശരി, ഇവരൊക്കെ ഫോളോ ചെയ്തിരുന്ന മുഹമ്മദിൻ്റെ ഈ പൊട്ടത്തരങ്ങളാണ്. പിന്നെ ഈ മുസ്ലിങ്ങൾ കാണിച്ചു കൂട്ടും തീവ്രവാദവും ഖസാലിൻ്റെ കീഴിലുള്ള അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് പറയാനാണെങ്കിൽ ചരിത്രം പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്തായാലും നമുക്കൊരു സ്ട്രക്ചറൽ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലവൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ അലവൈറ്റ്സിന് ശരിക്കും മുസ്ലിങ്ങളായിട്ട് തന്നെ സുന്നി മുസ്ലിംസ് കണക്കാക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഇതിൽ ഈ അലവൈറ്റ്സ് ശരിക്കും നമ്മൾ ഈ ബഷാർ ബിൻ അസാദ്, അതായത് ബഷാർ ബിൻ അസാദ് ഇല്ല, നമ്മുടെ സിറിയൻ്റെ ഭരണകർത്താവായിരുന്ന സ്വച്ഛാധിപതിയായിരുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ പുറത്താക്കി HTS തഹരീർ ഷരീർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ആൾക്കാർ പുറത്താക്കി. അപ്പോൾ ആ ബഷാർ ബിൻ അസാദ് ശരിക്കും അലവൈറ്റ് ആയിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ടാണ് ഇറാൻ അദ്ദേഹത്തിന് പിന്തുണച്ചിരുന്നത്. ഇപ്പോൾ സത്യത്തിൽ പിന്നെ ഇറാൻ, ഇറാഖ്, സിറിയ ഈ 3 രാജ്യങ്ങൾ ശരിക്കും ഷിയ ഇസ്ലാമിൻ്റെ പവർ സെൻ്ററായിരുന്നു. ഇതിന് ആദ്യമായിട്ട് ഇറാഖിലായിരുന്നു കോട്ടം തട്ടിയിരുന്നത്. സദ്ദാം ഹുസൈൻ്റെ കീഴിൽ വന്നിരുന്ന ബാത്ത് പാർട്ടി, ഇവർ ഈ ഷിയ ഡോമിനൻസ് എടുത്ത് കളയുകയും ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞിട്ട് സുന്നി ഇസ്ലാമാണ് നല്ലത്, ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുകയും ആ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനെതിരെ വല്ലാണ്ട് പിന്നെ പട നയിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇറാഖിലെ ഷിയ മുസ്ലിംസ്. പിന്നീട് സിറിയയിൽ ആദ്യം തൊട്ടേ ബഷാർ ബിൻ അസാദ് ഉള്ള കാലഘട്ടത്തിൽ അവർ തന്നെയായിരുന്നു ശക്തർ, ഷിയാക്കൾ തന്നെയായിരുന്നു, അതായത് ഷിയാക്കളെ കീഴിലുള്ള അലവൈറ്റ്സ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ HTS അതായത് സുന്നി ഇസ്ലാമുകൾ അവരെ ഈ ഷിയാക്കളെ തുരത്തിക്കൊണ്ട് അവർ ഭരണത്തിലേറി. ഇറാനിൽ ഇപ്പോഴും ഷിയ മുസ്ലിംസ് തന്നെയാണ് ഇരിക്കുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇസ്ലാമിക് സെൻറ്റർ, അതായത് ഷിയാക്കളെ സെൻറ്ററായിട്ട് കണക്കാക്കുന്നത് പിന്നെ ഇറാനെയാണ്. ഇനി നമുക്ക് കടന്നു വരാം. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് സുന്നി മുസ്ലിംസ് ആണെന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. അതിൽ അധിക പേര് എക്സ് മുസ്ലിംസ് ആണ്. പോട്ടെ, എന്ത് തന്നെയാണ് മിക്സ് മുസ്ലിംസ്, അത് മുർത്തതുകളും പിന്നെ മുനാഫികൾ കപടവിശ്വാസികളുമാണ് പുറത്ത് പറയാൻ പറ്റാതെ നടക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, പോട്ടെ. ഈ സുന്നി മുസ്ലിംസാണ് ബാക്കി സൗദി അറേബ്യൻ്റെ പിന്നെ ലീഡർഷിപ്പ് അംഗീകരിച്ച്, മക്ക മദീന സൗദി അറേബ്യയിലാണ് മുഹമ്മദ് അവിടെ ജനിച്ചതെന്നുള്ള ആ ഒരു ഇതിൽ അവരുടെ ലീഡർഷിപ്പ് അംഗീകരിച്ച് വരുന്ന ലോകത്തിലധിക പേരും. ഇതിൽ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളും പിന്നെ ഞാനൊക്കെ ജനിച്ച് വളർന്നിരുന്ന സുന്നി ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിലാണ്. ഇതിൽ ഇനി നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെ സ്ട്രക്ചർ എടുക്കുന്നതിന് മുന്നേ വേൾഡിൽ വേറൊരു മുസ്ലിം വിഭാഗം കൂടിയുണ്ട് കോമൺ. ഇതിൽ ഡ്രൂസ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഡ്രൂസിനെ ശരിക്കും മുസ്ലിങ്ങളായിട്ട് തന്നെ കണക്കാക്കുന്നില്ല, അവർ മുസ്ലിങ്ങളല്ല എന്ന് തന്നെ പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഡ്രൂസ് ശരിക്കും ഈ ഇസ്രായേൽ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ഡ്രൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം ഭരണം വേണ്ട, അവർക്ക് ഇസ്രായേലിനൊപ്പം പോയാൽ മതി എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. അപ്പോൾ അവർ മുസ്ലിങ്ങളല്ല, അവർക്ക് മുസ്ലിമായി നിൽക്കും വേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. എനിക്ക് തോന്നുന്നൊരു കുറച്ച് കാലം മുന്നേ അവരിലോട്ടുള്ള കൺവേർഷൻ അവർ നിരോധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൂസ് ആവാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. അവിടെ ഡ്രൂസായി ജനിച്ചു കഴിഞ്ഞാൽ നീ ഡ്രൂസാണ്, അല്ലെങ്കിൽ യു ആർ നോട്ട് എ ഡ്രൂസ്. അതൊരു എത്നിസിറ്റിയായി മാറിയിട്ടുണ്ട്. അതൊരു ഒരു 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 എത്നിക് സാധനമായിട്ട് മാറിയിട്ടുണ്ട്, റിലീജിയസ് എന്നുള്ളതിനെക്കാട്ടിലുപരി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡ്രൂസിനെ നമ്മൾ ഇതിലോട്ട് എടുക്കുന്നില്ല. ഇനി വേറെ ഗ്രൂപ്പ് ഉണ്ട്, അതായത് മുഹമ്മദിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ജനിച്ചു വളർന്ന അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ജനിച്ചത് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ്, പാകിസ്ഥാൻ ആ ഒരു ഭാഗത്താണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലുള്ള, അതായത് പഞ്ചാബ് ആ ഒരു പാകിസ്ഥാൻ ബോർഡർ ആ ഭാഗത്ത് ജനിച്ചിരുന്ന ഒരാളായിരുന്നു പിന്നെ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള. മുഴുവൻ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഫോക്കസ് അതല്ല, ഞാൻ ഒരു ജനറൽ ഒരു ആകത്തുക പറയുന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇൻഡെപ്ത് നമുക്ക് പിന്നീട് പോകുന്നതാണ്. ഈ അഹമ്മദിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അഹമ്മദിയകൾ എന്ന് പറയുന്നത്. അഹമ്മദികൾ അവർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജനറൽ സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും അവരെ മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് അത് ഈ അലവൈറ്റ്സിനും പിന്നെ മുസ്ലിംസായിട്ട് അംഗീകരിക്കുന്നില്ല സുന്നി മുസ്ലിംസ്. വേറെ പോട്ടെ, ഈ സുന്നി മുസ്ലിംസും പറയുന്നത് പിന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള മുസ്ലിംസ്, അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും സുന്നി മുസ്ലിംസ് അഹമ്മദികളെ മുസ്ലിമായി അംഗീകരിക്കുന്നില്ല. കാരണം അഹമ്മദീയ വിശ്വാസം പ്രകാരം മുഹമ്മദല്ല അന്ത്യപ്രവാചകൻ, മറിച്ച് മുഹമ്മദിന് ശേഷം വന്ന അഹമ്മദ്, അതായത് പഞ്ചാബ്, പാകിസ്ഥാൻ ആ ഒരു ഭാഗത്ത് ജനിച്ചിരുന്ന, നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് പിന്നെ പാകിസ്ഥാൻ ഭാഗത്ത് ജനിച്ചിരുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് അവസാന പ്രവാചകൻ. ഖുർആനിൽ മുഹമ്മദിനെ അഹമ്മദും വിളിക്കുന്നുണ്ട് എന്നാണ് സുന്നി മുസ്ലിംസ്. ഖുർആനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഹമ്മദും ഉണ്ട്, അഹമ്മദും ഉണ്ട്.
അപ്പോൾ സുന്നി മുസ്ലിംസ് പറയുന്നത് മുഹമ്മദിൻ്റെ വേറൊരു പേരാണ് അഹമ്മദ്, മുഹമ്മദിൻ്റെ വട്ടപ്പേരാണ് അഹമ്മദ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ അഹമ്മദികൾ പറയുന്നത് മുഹമ്മദ് വേറെ പ്രവാചകനാണ്, അഹമ്മദ് വേറെ പ്രവാചകനാണ്. അഹമ്മദ് എന്ന് ഖുറാനിൽ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകനെ പറ്റിയാണ്, അഹമ്മദികൾ വിശ്വസിക്കുന്ന അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ പറ്റിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അഹമ്മദികൾ ഈ മുഹമ്മദിന് ശേഷം മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ഫണ്ടമെൻ്റൽ വിശ്വാസമായതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിംസ് ഇവരെ അംഗീകരിക്കുന്നില്ല മുസ്ലിംസായിട്ട്. പക്ഷേ അഹമ്മദികൾ പറയുന്നത് ഞങ്ങൾ മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്, അഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്, അഹമ്മദാണ് അവസാനത്തെ പ്രവാചകൻ എന്നാണ്. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള ഷിസം, ഇവർ തമ്മിലുള്ള ക്ലാഷിന് കാരണം. അഹമ്മദികളെ പിന്നെ ചൂടപ്പം പോലെ കൊന്നൊടുക്കുകയാണ് പിന്നെ പാകിസ്ഥാനിൽ, പിന്നെ ഇവിടെയും ഇന്ത്യയിലാണെങ്കിലും ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കേരളത്തിൽ അഹമ്മദികളെ പള്ളികൾ പിന്നെ പുറത്ത് പറയാതെ അവർക്ക് പേടിയായതുകൊണ്ട് അവർ പലതും പറയുന്നില്ല. പക്ഷേ കോഴിക്കോട് ഒരു അഹമ്മദിയ പള്ളി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി നമുക്ക് കേരളത്തിലുള്ള മേജർ സെക്ട് ഓർഗനൈസേഷൻ, ഇസ്ലാമിക് ഓർഗനൈസേഷനിലോട്ട് തിരിച്ചു വരാം. കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്നത് പിന്നെ സുന്നി മുസ്ലിംസ് എന്നറിയപ്പെടുന്ന സുന്നികൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇവരെ ഹെഡ് ചെയ്തിരുന്നത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തങ്ങന്മാരെന്ന് പറയുന്ന പ്രവാചകന കുടുംബക്കാരെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന യമനിൽ അവരുടെ ആൻസിസ്ട്രി നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അവർ യമനിൽ നിന്ന് പ്രവാചകൻ്റെ ഏതോ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെയാണ് കേരളത്തിൽ തങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ജാതിപ്പേര് വെച്ച് വിളിക്കുന്നത്. ഒരു ജാതി തന്നെയാണ്. ഏത് രീതിയിലാണോ ജാതീയത ജപ്പാനിൽ ഇന്ത്യയിലൊക്കെ കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ജാതി വ്യവസ്ഥയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് തങ്ങൾസ്. നോർത്തിലാണെങ്കിൽ അത് അഷ്റഫ് ഗ്രൂപ്പാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നോർത്തിൽ അഷ്റഫ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അൻസാരി ഗ്രൂപ്പ് ഉണ്ട്. അൻസാരികളാണ് ഏറ്റവും താഴെ. ദളിതുകളെ പോലെയുള്ള മുസ്ലിംസിനെയാണ് അൻസാരീസ് എന്ന് പറയുന്നത്. ഏറ്റവും മേൽപ്പത്ത് നിൽക്കുന്ന സവർണ പിന്നെ മുസ്ലിംസാണ് അഷ്റഫ്സ്. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. കേരളത്തിൽ തങ്ങന്മാരാണ് ഈ അഷ്റഫിനെ പോലെ കിടക്കുന്നത്. അതിന് കാരണം പിന്നെ ലോജിക്കലി ആണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ മുന്നിൽ നിർത്തുന്നത്. അങ്ങേയറ്റം പിന്നെ മതത്തിനെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു സുന്നികൾ എന്ന് പറയുന്ന കേരളത്തിലെ സുന്നി മുസ്ലിംസ് എന്ന് പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാറിൻ്റെ കീഴിൽ വരുന്ന തങ്ങന്മാർ റൂൾ ചെയ്യുന്ന ആ ഒരു ഫാക്ഷൻ. ഈ തങ്ങന്മാരുടെ തന്നെ പിന്നെ ഫാമിലി റൂൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇവരെ പിന്നെ ഗ്രൂപ്പ് തന്നെയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഗ്രൂപ്പാണ് പിന്നെ SSF എന്ന് പറയുന്ന ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ MSF എന്ന് പറയുന്ന ഗ്രൂപ്പ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, IUML, ഇതൊക്കെ ഇവരെ സ്വന്തം സാധനങ്ങളാണ്. ഇവരുടെ സ്വന്തം പേപ്പറാണ് സുപ്രഭാതം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കെ ഇവർ ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുകയും ഇവരുടെ ഒരു മെയിൻ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ തങ്ങന്മാരുടെ കീഴിൽ വരുന്ന മൗലിയാക്കന്മാരും ഇവർ പ്രവാചകൻ്റെ കുടുംബക്കാരാണ്, പ്രവാചകനിൽ നിന്ന് പ്രത്യേക കഴിവുകളൊക്കെ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യലാണ് മെയിൻ പരിപാടി. പാവപ്പെട്ട മുസ്ലിങ്ങൾ അസുഖം വരുമ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് പകരം ഇവരുടെ അടുത്ത് വരികയും എന്നിട്ട് അവരുടെ സ്വത്തസിദ്ധമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ കുറേ ഖുറാനും ഹദീസും കൂടി ഖുറാൻ വായിച്ചുകൊണ്ട് ഊതിയതിന് ശേഷം ചുണ്ടിലെന്തോ പറ്റിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങനെ വെള്ളത്തിൽ ഊതിയിട്ടൊക്കെ കൊടുത്ത്, വെള്ളത്തിൽ തുപ്പിയും ഊതിയൊക്കെ കൊടുത്തിട്ട് ആ വെള്ളം കുടിപ്പിച്ച് പിന്നെ അസുഖം മാറ്റുന്ന വീരന്മാരാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അസുഖം മാറ്റിയതിന് ശേഷം ഡോക്ടറെ അടുത്ത് കൊടുക്കേണ്ട 4000-5000 രൂപ ഇവർ ഈ പേഷ്യൻസിൻ്റെ അടുത്ത് വാങ്ങി വെച്ചിട്ട് ആ പൈസ കൊണ്ട് കൊട്ടാരങ്ങളും പ്രതാപങ്ങളും ഉണ്ടാക്കിയെടുത്ത മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ തങ്ങന്മാർ. ഇപ്പോൾ എന്നിട്ട് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം പിന്നെ മലപ്പുറം പാലക്കാട് ബോർഡറിൽ ഒരു സ്ഥലമുണ്ട് പുലാമന്തോൾ എന്ന് പറഞ്ഞിട്ട്. പുലാമന്തോളിൽ നിന്ന് പുലാമന്തോൾ ഒരു ചെറിയ ടൗൺ ഏരിയയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മലപ്പുറം ഭാഗത്തോട്ട് കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുരുവമ്പലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുരുവമ്പലത്ത് ഒരു വലിയ പള്ളിയുണ്ട്. അതിനെക്കാട്ടിലും വലിയൊരു കൊട്ടാരം ഉണ്ട് അവിടെ.
ആ കൊട്ടാരം 30 വർഷം മുന്നേ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അതൊരു കൊട്ടാരമായി മാറിയിട്ടുണ്ട്. അവിടുത്തെ തങ്ങളുടെ മെയിൻ അത് തങ്ങളുടെ കൊട്ടാരമാണ്. ആ തങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആ കുരമ്പലത്തുള്ള നാട്ടുകാരുടെയും പുലാമന്തമുള്ള നാട്ടുകാരുടെയും അസുഖങ്ങൾ മാറ്റിക്കൊടുത്ത് ഉണ്ടാക്കിയ വലിയ കൊട്ടാരമാണ്. വലിയ ജനസേവനം ചെയ്തിട്ടുണ്ടാക്കിയ കൊട്ടാരമാണ്. ശാസ്ത്രത്തിനൊക്കെ അതീതമായിട്ട് വളരെ വിദഗ്ധമായി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ തങ്ങരെ നമ്മൾ എതിർത്ത് പറയരുത്. ഇങ്ങനെ തങ്ങന്മാരുടെ വിക്രസുകൾ കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തങ്ങന്മാർക്ക് മാത്രം എന്തുകൊണ്ട് വിക്രസ്, എന്തുകൊണ്ട് ഞങ്ങൾക്കും കൂടി പൈസ ഉണ്ടാക്കിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വേറൊരു രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് മാഫിയാക്കി മാറ്റിയ മഹാനായിട്ടുള്ള പ്രവാചക തുല്യനായിട്ടുള്ള ആളാണ് AP കാന്തപുരം മുസ്ലിയാർ. AP കാന്തപുരം മുസ്ലിയാർ ആണ് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് നമ്മുടെ ഈ വിഷയത്തിൽ, അതായത് MEC 7 വിഷയത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, CAൻ്റെ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി സമരം ചെയ്യാൻ പാടില്ല, ഇപ്പോൾ MEC 7ൻ്റെ സമയത്തും സ്ത്രീകൾ പുറത്തിറങ്ങിയ പുരുഷന്മാരുടെ ഒപ്പം വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മഹാനായിട്ടുള്ള, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആൻ അതേപടി മുന്നോട്ട് പറയുന്ന അഹ്സാബിലെ 32, 33 അതേപോലെ തന്നെ പറയുന്ന സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അത് ജാഹിലിയത്താണ്. ജാഹിലിയത്തിനെ പോലെ സ്ത്രീകൾ പുറത്തിറങ്ങി കച്ചവടം ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടതാണ്, ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടതാണ്, സ്ത്രീകൾ മറേൻ്റെ പിന്നിലിരുന്നിട്ട് വേണം പുരുഷന്മാരോട് സംസാരിക്കാൻ വീട്ടിൽ വരുമ്പോൾ വരെ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള, ഖുർആൻ അതേപടി മുന്നോട്ട് വെക്കുന്ന മഹാനായിട്ടുള്ള ആളാണ് കാന്തപുരം മുസ്ലിയാർ. ഈ കാന്തപുരം ഈ ഇസ്ലാമിൽ ലോക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ലോക്കലായിട്ട് നടന്നുകൊണ്ടിരുന്നിരുന്ന ഈ ഒരു ബിസിനസ്, റിലീജിയസ് ബിസിനസ്, അതിനെ ഇൻ്റർനാഷണലാക്കി മാറ്റുകയും നബിയുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് എവിടുന്നോ ഒരു 2 മുടി കഷ്ണം, പുള്ളിക്കാരൻ്റെ തന്നെ മുടിയാണോ എന്ന് എനിക്കറിയില്ല, കാന്തപുരത്തിൻ്റെ തന്നെ മുടിയാണോ എന്ന് എനിക്കറിയില്ല, ആ മുടി എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വെള്ളം കുടിച്ചിട്ട്, ആ മുടി കഴുകിയിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ വെള്ളത്തിന് 3000-4000 രൂപ വാങ്ങിയിട്ട് വളരെ വിദഗ്ധമായി ഇസ്ലാമിനൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സാക്കി മാറ്റിയ മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് AP കാന്തപുരം മുസ്ലിയാർ. അങ്ങനെ ഇതൊക്കെ അരങ്ങേറിക്കൊണ്ട് ഇരുന്നിരുന്ന സമയത്ത് 1970 ഗൾഫ് ഓയിൽ ബൂമിന് ശേഷം ഇവിടുത്തെ മലയാളികൾ ഗത്യന്തരമില്ലാതെ ദാരിദ്ര്യം കൊണ്ട് ഇവർ ഗൾഫിലോട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് ചേക്കേറുകയും അവിടെ ജോലിക്ക് അറബികൾക്ക് വിവരമില്ലാത്തതുകൊണ്ടും പണിയെടുക്കാൻ മടിയായതുകൊണ്ടും ഇവിടുത്തെ ആൾക്കാർ അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഹജ്ജിനൊക്കെ പോകുന്നത് കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലാകുകയും ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ മിഡിൽ ഈസ്റ്റിലോട്ട് പോവുകയാണ് ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ജോലി ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് അവർ മനസ്സിലാക്കിയത്, അത് മുഹമ്മദിൻ്റെ സ്വന്തം നാടായിട്ടുള്ള സൗദി അറേബ്യയിൽ നിന്ന്, മക്കത്ത് മദീനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് നമ്മൾ കേരളത്തിലെ ഇസ്ലാമല്ല യഥാർത്ഥ ഇസ്ലാം, മറിച്ച് ഇവിടെ സൗദി അറേബ്യയിൽ ഫോളോ ചെയ്യുന്നത് ഈ വഹാബിസമാണ്, അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അറബീൻ്റെ കാട്ടും തുപ്പും സഹിച്ച് മണലാരണ്യത്തിൽ കിടന്ന് ബന്ധുരുകി പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന ഇവർ ഇതല്ല ഇസ്ലാം എന്ന് പറഞ്ഞ് കേരളത്തിലോട്ട് വന്ന് ഇത് പരത്തി. അങ്ങനെ ഉണ്ടായി വന്ന ഓർഗനൈസേഷനാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതായത് മുജാഹിദുകളാണ് ഞങ്ങളെന്ന് പറയുന്ന വഹാബികൾ, കേരളത്തിലെ വഹാബിസം. ഇവർ മുജാഹിദുകളല്ല എന്ന് പറയുന്നു, ഞങ്ങൾ സലഫികളാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. സലഫികളാണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നുമാണ്. അപ്പോൾ ഇവരെ മുജാഹിദുകളെന്ന് വിളിക്കുന്നുണ്ട്, ഇവരെ തന്നെ സലഫികൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അങ്ങനത്തെ മഹാന്മാരാണ് ഇവർ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ വഹാബികളാണ്. അങ്ങനെ ഇവർ മുസ്ലിങ്ങൾ, ഞങ്ങളതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കേരളത്തിലോട്ട് വരികയും ആ ഗൾഫിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട് പള്ളികൾ ഉണ്ടാക്കുകയും എന്നിട്ട് പറഞ്ഞു ഈ തങ്ങന്മാർ ചെയ്യുന്ന ചൂഷണത്തിനെതിരെ സംസാരിച്ചു, ഈ അബൂബക്കർ മുസ്ലിയാർ ചെയ്യുന്ന ചൂഷണത്തിനെതിരെ സംസാരിച്ചു. അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്ത് അവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്ന മെയിൻ ഒരു ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫലക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതം എന്ന് പറഞ്ഞാൽ ഒരു ഡോൺ, ഫ്രം ഡസ്ക് ടിൽ ഡോൺ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു സൂര്യോദയം ആ സമയത്ത് പറയുന്ന ഒരു പേരാണ് ഫലക്ക്. അപ്പോൾ ഈ ഫലക്കിലൊരു ചെറിയൊരു സൂറത്താണ്, ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ വമൻഷരി വാസക്കിൻ ഇതാ വക വമൻഷരി ഹാസിദിൻ ഇതാ ഹസദ്, വമൻഷരി ഹാസിദിൻ ഇതാ ഹസദ് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്,
ഒരു വചനമുണ്ട്. അത് പറയുന്നത് കെട്ടിലൂതുന്നവരുടെ ശാപത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, കെട്ടിലൂതുന്നവരിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് പലരുടെയും കയ്യിൽ ചരട് കെട്ടുകയും വെള്ളത്തിൽ ഊതി കൊടുക്കുകയും ചെയ്തിരുന്ന ആൾക്കാർക്കെതിരെ ഈ ആയത്ത് മുന്നോട്ട് വെച്ചിട്ട് മുജാഹിദുകൾ പറയുകയാണ്, ഈ സുന്നികൾ മൊത്തം EK അബൂബക്കർ മുസ്ലിയാറിൻ്റെയും AP കാന്തപുരം മുസ്ലിയാറിൻ്റെയും IUML ഈ സുന്നി എന്ന് സ്വന്തമായിട്ട് വിളിക്കുന്ന ഇവരൊക്കെ ചെയ്യുന്നത് ഷിർക്കാണ്, ഇവരൊക്കെ മുശ്രിക്കുകളാണ്, ഇവരൊക്കെ കാഫിറുകളാണ് എന്ന് മുദ്ര കുത്തുകയാണ്. ഷിർക്ക് എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസം. അപ്പോൾ ഇവർ ഗഡലിൽ ഊതുന്നതുകൊണ്ട് ഇവരൊക്കെ ഷിർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളെ അറബിയിൽ പറയുന്ന പേരാണ് മുശ്രിക്ക്. അപ്പോൾ ഇവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് മുജാഹിദ് ഇവിടെ ഉണ്ടായി വരുന്നത്, മുജാഹിദിനുള്ള ഫണ്ടിങ് കിട്ടുന്നത് ഗൾഫിൽ നിന്നിട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വന്നു മുജാഹിദ്. അപ്പോൾ ഈ ഒരു സ്ചിസം, ഇവർ തമ്മിലുള്ള സ്ചിസം കേരളത്തിലുണ്ടായി വന്ന് ഇവർ വേറൊരു ഗ്രൂപ്പായി മാറി. എന്നിട്ട് കേരള നദുൽ മുജാഹിദീൻ എന്ന് പിന്നീട് MM അക്ബർ പോലത്തെ ആൾക്കാരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിച്ച വലിയൊരു സംഘടനയായിരുന്നു. അപ്പോൾ MM അക്ബറിൻ്റെ കേരള നദുൽ മുജാഹിദീനും പിന്നെ ഈമാൻ പോരാ, ഇസ്ലാം മര്യാദയ്ക്ക് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് വേറെ ഒരു ഗ്രൂപ്പ് പിളർന്നു വരുന്നത്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഇന്ന് വിസ്ഡം ഗ്ലോബൽ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. പ്രോഫ്കോ, കേരളത്തിലുടനീളം പ്രോഫ്കോൺ എന്ന പേരിൽ കോൺഫറൻസുകൾ, മുസ്ലിം കോൺഫറൻസുകളും തീവ്രവാദി കോൺഫറൻസുകളും നടത്തുന്ന മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ് വിസ്ഡം ഗ്ലോബൽ. സ്വന്തത്തിനെ തന്നെ വിവേകികൾ എന്ന് വിളിക്കുന്ന വളരെ മഹാന്മാരായിട്ടുള്ള വിനയാനന്ദന്മാരായിട്ടുള്ള ആൾക്കാരാണ് വിസ്ഡം ഗ്ലോബൽ ഗ്രൂപ്പ്. ഇതിൻ്റെ ഒരു ഹെഡാണ്, ഈ ഗ്രൂപ്പിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരിന് ശിങ്കിടികളിൽ ഒരാളായിട്ടുള്ള ഒരാളുടെ മോനാണ് നമ്മുടെ UA ടീം നടക്കുന്ന അബ്ദുള്ള ബാസിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ ഇവർ സ്വന്തം പറയുന്നത് ഇവരുടെ KNMൻ്റെ ഇസ്ലാമല്ല, ഞങ്ങളതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഇതിനെ വേറൊരു രീതിയിലോട്ട് ബിസിനസ് മൈൻഡഡ് ആക്കി ഇവിടുത്തെ ഈ ഒരു വിസ്ഡം ഗ്ലോബലിലെ യങ്സ്റ്റേഴ്സ് ഇതിനെ വേറൊരു ബിസിനസ് വൽക്കരിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ആര്, നമ്മുടെ UA ടീമും, അതായത് നമ്മുടെ വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന പ്രോഫ്കോൺ. തീവ്രവാദം അങ്ങേയറ്റം, ഇവരുടെയൊക്കെ തീവ്രവാദം ഞാൻ പച്ചക്ക് കണ്ടിട്ടുള്ളതാണ്, എല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻഫിഡൽസ് വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നിന്നൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഞാൻ ഡീബങ്ക് ചെയ്യുന്നത്, ഇവരൊക്കെ തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കണതെന്ന് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇനി വേറൊരു മേജർ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. മൗദൂദി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ആളുടെ ഫോളോവേഴ്സായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരുന്ന ആ അയാൾ തുടങ്ങിയിരിക്കുന്ന വലിയ പണ്ഡിതൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ജമാഅത്ത് ഇസ്ലാമി. ഇന്ന് കേരളത്തിൽ പിന്നെ MEC7 എന്ന പേരിൽ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന CAAൻ്റെ സമയത്ത് സ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് പിന്നെ കളിച്ചിരുന്ന, ഇന്ന് MEC7 എന്ന പേരിൽ സ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് ഉള്ളുകൂടി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രസീവ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചെന്നായ്ക്കളാണിവർ. അതായത് നമ്മുടെ ആടിൻ്റെ തൊലി വെച്ചിട്ടുള്ള ചെമ്മരിയാടുകളുടെ തൊലി ധരിച്ചിട്ടുള്ള അസ്സൽ ചെന്നായ്ക്കൾ, ഹിപ്പോക്രൈറ്റ്സ്, കപടതയുടെ അങ്ങേയറ്റം. ഇവരാണ് കേരളത്തിലെ വേറൊരു മേജർ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുന്നിയുമല്ല മുജാഹിദുമല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ് ഇവരുടെ മുദ്രാവാക്യം. ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ പേരിൽ സുന്നികൾ മുജാഹിദിലും ഒപ്പം ചേർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന മഹാന്മാരാണ്. ഈ മഹാന്മാരും വേറെ മറ്റേ സുന്നി മുജാഹിദ് ഗ്രൂപ്പിലുള്ള ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന മഹാന്മാരും കൂടിയിട്ടാണ് പഴയ കാലത്ത് സിമി ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാർ തന്നെയായിരുന്നു. സിമി, സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. പിന്നീട് അത് ബാൻ ചെയ്യുകയും അത് NDF ആയിട്ട് മാറി. പിന്നെ അത് NDF എന്നുള്ള പേരിൽ ഇവർ തന്നെ കൊണ്ടുവന്നു, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അതും പിന്നീട് ബാൻ ചെയ്തു. എന്നിട്ട് അതും ബാൻ ചെയ്തപ്പോഴാണ് ഇവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ വേറൊരു സാധനം കൊണ്ടുവന്നത്. എന്നിട്ട് ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഓർഗനൈസേഷൻ്റെ, റിലീജിയസ് ഓർഗനൈസേഷൻ്റെ ഒരു സാധനമാണ് എന്ത്, SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇവരുണ്ടാക്കിയത്. ഓക്കെ, ഇതാണ് കേരളത്തിലെ മേജർ റിലീജിയസ് ഓർഗനൈസേഷൻ. ഇതിൽ ഈ ഒരു സുന്നികൾ അധികവും ഡോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നതും സുന്നി മുജാഹിദ് അവരുടെ ഇടയിലുള്ള ശിസം നിലനിൽക്കുന്നതും മലബാർ റീജിയനിലാണ് കേരളത്തിൽ. അതായത് കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ,
കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, പിന്നെ ഏതായിരുന്നു കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഈ 4 ജില്ലകളിലാണ് പിന്നെ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിക്കുന്ന, എപ്പോഴും വോട്ട് നേടി ജയിക്കുന്ന ഈ ജില്ലകളിലാണ് ഈ 2 ഗ്രൂപ്പും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏത് ഗ്രൂപ്പ്? നമ്മുടെ പിന്നെ സുന്നി ഗ്രൂപ്പ്, EK ഗ്രൂപ്പും AP കാന്തപുരത്തിൻ്റെ ഗ്രൂപ്പും. EP കാന്തപുരത്തിൻ്റെ ഗ്രൂപ്പും അവിടെ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് EK അബൂബക്കർ മുസ്ലിയാറിൻ്റെ സുന്നികൾക്കാണ് അവിടെ പവർ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് അവിടെ എപ്പോഴും ജയിച്ചു കയറുന്നത്. പക്ഷേ പിന്നെ AP കാന്തപുരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാറുണ്ട്, ഇടതും വലതും ഒക്കെ അവർ വോട്ട് ചെയ്യാറുണ്ട്. അവരൊരു ബിസിനസ് മൈൻഡായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. AP കാന്തപുരം പറയുന്ന പോലെ ചെയ്യുന്ന അരിവാൾ സുന്നി എന്നും കൂടി പേര് അറിയപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ മുജാഹിദ് ശിസവും അധികം നടന്നിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ്. മുജാഹിദുകൾ ഈ ഭാഗത്തു നിന്നാണ് അധികം ഗൾഫിൽ പോയിട്ട് ആൾക്കാർ തിരിച്ചു വന്നിട്ടുള്ളത്. ആ പൈസ ഇറക്കിയിട്ടാണ് ഇവർ മുജാഹിദ് എന്നുള്ള പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. പിന്നീട് അത് വിട്ട് കഴിഞ്ഞാൽ ഈ മിഡിൽ കേരളയിലും സൗത്ത് കേരളയിലും പിന്നെ 2 ഗ്രൂപ്പായിട്ട് വന്നിരുന്ന ആൾക്കാരാണ് അബൂബക്കർ മുസ്ലിയാറിൻ്റെ AP കാന്തപുരത്തിൻ്റെ പിന്നെ സുന്നി വിഭാഗവും, പിന്നെ അതിനൊരു കൗണ്ടറായിട്ട് വന്നിരുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രൂപ്പ് നിലനിൽക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി പിന്നെ മലപ്പുറത്തും ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ജില്ലയിലും ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഞാൻ അവിടെ ജമാഅത്ത് ഇസ്ലാമി ആണ് കുടുംബക്കാരൊക്കെ ഉള്ളത്. ജമാഅത്ത് ഇസ്ലാമി വീടാണ് അതായത് ആ ഒരു ജമാഅത്ത് ഇസ്ലാമി ഗ്രൂപ്പിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവിടെ ഉണ്ട്, പക്ഷേ ജമാഅത്ത് ഇസ്ലാമി കൂടുതൽ പവർ ഉള്ളത് സൗത്ത് കേരളയിലാണ്. പക്ഷേ നോർത്തിലും അവർ പവർ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ SDP ഒക്കെ അവരുടെ ഒരു യജ്ഞം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൗത്ത് കേരളയിലും മിഡിൽ കേരളയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് AP കാന്തപുരം, മറുഭാഗത്ത് ഇവരുമാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്. നോർത്ത് കേരളയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് EK അബൂബക്കർ മുസ്ലിയാറിൻ്റെ ആ ഗ്രൂപ്പും EK ഗ്രൂപ്പും AP ഗ്രൂപ്പും ഉണ്ട് അവിടെ. പക്ഷേ പിന്നെ മറുഭാഗത്ത് മുജാഹിദുകളുമാണ്, അതായത് കേരള നാദുൽ മുജാഹിദീൻ, MM അക്ബറും മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ഗ്രൂപ്പുകളാണ്. ഇതാണൊരു മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ. ഇനി ഇതിലൊന്നും പെടാതെ നടക്കുന്ന ഒരു 2 ഗ്രൂപ്പുകളും കൂടി കേരളത്തിലുണ്ട്. ഒന്ന് തബ്ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. തബ്ലീഗ് ശരിക്കും ഉത്തർപ്രദേശിലെ ദിയോബന്ദി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്കോളേഴ്സും അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. പിന്നെ അവരുടെ തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു ആശയം കേരളത്തിലോട്ട് എത്തിക്കുകയും ആ ഗ്രൂപ്പിൽ നിന്നുണ്ടായി വന്ന ആൾക്കാരാണ്, ദിയോബന്ദി ഗ്രൂപ്പിൽ നിന്നുണ്ടായി വന്ന ആൾക്കാരാണ് കേരളത്തിലെ തബ്ലീഗി ജമാഅത്ത്. അവർക്കും പള്ളികളുണ്ട് മലപ്പുറം ജില്ലയിൽ. പിന്നെ ത്വരീഖത്ത് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ത്വരീഖത്ത് സത്യം പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പാണ്. ത്വരീഖത്ത് ഖുർആൻ ഹദീസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവർ പറയുന്നത് അതിലൊരു മേജർ വേറൊരു വ്യത്യാസം ഇവരെ തന്നെ പറയുന്നത്, സുന്നികൾ എന്ന് പറയുന്ന AP EKക്കാർ പിന്നെ ഖുർആൻ ഹദീസും ഖുലഫാ റാഷിദീൻ എന്ന് പറയുന്ന ഈ 4 ഖലീഫന്മാർ, ഇവരെ ഖുലഫാ റാഷിദീൻ എന്നാണ് പറയുന്നത് സുന്നികൾ. അതായത് ആരൊക്കെയാണ് ഇവർ? അബൂബക്കർ, ഉമ്മർ, ഉസ്മാൻ, അലി. അപ്പോൾ ഇവരെയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് സുന്നി മുസ്ലിംസ്. ഇവരെയും കൂടാതെ ഖുർആൻ ഹദീസും ഇവരെയൊക്കെ കൂടാതെ 4 ഇമാമുമാർ, അതായത് ഷാഫി, ഹനഫി, മാലിക്, ഹംബൽ, ഇവരെയും അവരുടെ പാണ്ഡിത്യവും അവരുടെ പുസ്തകങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സുന്നി മുസ്ലിംസ്. അതായത് ഇമാമുമാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് സുന്നികൾ പറയുന്നത്, സുന്നി മുസ്ലിംസ് പറയുന്നത് കേരളത്തിൽ. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഖുർആൻ ഹദീസ് മാത്രം പോരാ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇമാമുമാർ വേണം, ആ ഇമാമുമാരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുജാഹിദുകൾ പറയുന്നത്, വഹാബികൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇമാമിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഖുർആൻ ഹദീസ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 ഇമാമുമാരെ പുസ്തകങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് മുജാഹിദുകൾ. അപ്പോൾ അതാണ് ഇവർ തമ്മിലൊരു വ്യത്യാസം പറയുന്നത്. ഇതിൽ ജമാഅത്ത് ഇസ്ലാമി രണ്ടും കൂടി കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ട് ഇമാമിനെ ഫോളോ ചെയ്യണം, ഖുർആൻ ഹദീസും ഫോളോ ചെയ്യണം, 2 മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഐക്യം കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. എന്നിട്ട് പിന്നെ തബ്ലീഗുകാർ ഇതിലൊന്നും പെടാതെ നോർത്ത് ഇന്ത്യൻ്റെ ബേസിലുള്ള ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ് ആ ഗ്രൂപ്പ്. തബ്ലീഗി ജമാഅത്ത് ദിയോബന്ദി സ്കൂളിൻ്റെ ഫോളോ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അവർ
അൾത്ത ഓർത്തഡോക്സ് ആണ്, എല്ലാവരും കണക്കാണ്, എല്ലാ ഇസ്ലാം തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നുള്ളത് ത്വരീക്കത്താണ്. ത്വരീക്കത്തും വരും നമ്മളുടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുറാനും ഹദീസും ഖുലഫാ റാഷിദീനും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ 4 ഇമാമന്മാരും മാത്രം പോരാ, അതായത് ഈ ഷാഫി, ഹനഫി, മാലിക്, ഹംബൽ മാത്രം പോരാ, അതുകൂടാതെ ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും ഒരു ഇമാമിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു ഇമാമിനെ വെക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ഇമാമിനെ ഇവർ വെച്ചിട്ടുണ്ട് മുന്നോട്ട്. അപ്പോൾ അങ്ങനെ ആ ഇമാം അങ്ങനത്തെ ഒരു നേതാവിന്, അങ്ങനെ ഒരു ഇമാമിന്, ഇമാം എന്നാണ് പറയൽ ഇസ്ലാമിൽ, അങ്ങനെ ഒരു ഇമാമിന്, അങ്ങനെ ഒരു മത നേതാവിന് ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തും വേണം, എന്നാലേ നമ്മൾ വഴി തെറ്റാതിരിക്കുള്ളൂ എന്ന് മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ് ത്വരീക്കത്ത്. അത് വേണ്ട എന്ന് വാദിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ഇന്ത്യയിൽ പിന്നെ കേരളത്തിലെ ബാക്കിയുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രക്സ്, ഇതാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു ജനറൽ ഇൻ്റർനാഷണൽ ക്രക്സും. കേരളത്തിലോട്ട് വരുമ്പോൾ ഉള്ള ബേസിക് ഓർഗനൈസേഷൻ, ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം കേട്ട് ശ്രമിച്ച ശ്രോതാക്കൾക്ക് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആ രീതിയിലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവാം നമുക്ക്. അപ്പോൾ തിരുമ്പി സന്ധിക്കും വരേക്കും ഫിർ മിലേംഗെ, ചലത്തെ.